ഹായ് ഫ്രണ്ട്സ്, +1 +2ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ എക്സാം വരാൻ പോവാണ്. തൊട്ടടുത്തെത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് 2 വീക്സേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നോക്കുകയാണെങ്കിൽ കൃത്യം 2 ആഴ്ച, അതായത് 17-ാം തീയതി ഫെബ്രുവരി 17-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. +1 ആൻഡ് +2 +1 എക്സാം രാവിലെയാണ് വരുന്നത്. 17-ാം തീയതി വരുന്നത് പാർട്ട് 2 ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടെ വരും. 17-ാം തീയതി ഉച്ചക്ക് പാർട്ട് 1 ഇംഗ്ലീഷും ഉണ്ട്. അതായത് 17-ാം തീയതി തന്നെ +1 വിദ്യാർത്ഥികൾക്ക് രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷയുണ്ട്. രാവിലെ സെക്കൻഡ് ലാംഗ്വേജ്, ഉച്ചയ്ക്ക് ഇംഗ്ലീഷ്. 18-ാം തീയതി കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് രാവിലെ വരുന്നത്. ഉച്ചയ്ക്ക് ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത, സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് വരുന്നത്. പിന്നെ 19-ാം തീയതി രാവിലെ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റമാണ് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ജിയോഗ്രാഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി ആൻഡ് അക്കൗണ്ടൻസി. പിന്നെ 20-ാം തീയതി രാവിലെ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഉച്ചയ്ക്ക് ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി. 21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ മാത്രമേ എക്സാമുള്ളൂ. +1 വിദ്യാർത്ഥികൾക്ക് രാവിലെ വരുന്നത് മാത്തമാറ്റിക്സ്, അതുപോലെ പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത, ശാസ്ത്ര, സൈക്കോളജി. ഇത്രയുമാണ് രാവിലെ വരുന്നത്. 21-ാം തീയതിയോടുകൂടി, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ എത്തുമ്പോഴേക്കും 5 ദിവസം കൊണ്ടാണ് നമ്മുടെ 6 പേപ്പർ കടന്നു പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ദിവസം 2 എക്സാം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രാവിലെ ഉച്ചയ്ക്കും എക്സാം ഉണ്ട് എന്ന് പറഞ്ഞത് എല്ലാവർക്കും രാവിലെ ഉച്ചയ്ക്കും ഉണ്ടാവില്ല. അതായത് നമുക്കാകെ 6 പരീക്ഷയല്ലേ എഴുതണ്ടു. അപ്പോൾ 5 വർക്കിംഗ് ഡേയിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. മിനിമം ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ എക്സാമില്ലേ, സെക്കൻഡ് ലാംഗ്വേജ് രാവിലെ, ഈ ഇംഗ്ലീഷ് ഉച്ചയ്ക്ക്, അതെല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ബാക്കി 4 ദിവസവും വരുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു വിഭാഗത്തിന് ആ എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 വന്നേക്കാം. എന്തായാലും എല്ലാ പോർഷൻസൊക്കെ തീർന്നിട്ട് ടീച്ചേഴ്സ് നിങ്ങളെ റിവിഷൻ ടൈം ആയിരിക്കും, നല്ലോണം ശ്രദ്ധിക്കുക. മോഡൽ എക്സാം പ്രാധാന്യമില്ല എന്ന് കരുതരുത്. രാവിലത്തെ എക്സാം വരുന്നത് 9:30-ക്കാണ്. 9:30 മുതൽ 12:15 വരെയാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പർ. പ്രാക്ടിക്കലുള്ള പേപ്പറിന് 11:45 തീരുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം വരുന്നത് 2 മണിക്കാണ്. 2 മണി മുതൽ പിന്നീട് 4:15 വരെയാണ് നോർമൽ ടൈം. പ്രാക്ടിക്കൽ ഇല്ല എങ്കിൽ അരമണിക്കൂർ കുറവായിരിക്കും. ഫൈനൽ എക്സാം പോലെ, മറ്റ് എക്സാം പോലെ തന്നെ കൂൾ ഓഫ് ടൈം ഉണ്ട്. രാവിലെയാണ് ഇപ്പോൾ +1 വിദ്യാർത്ഥികളുടെ എക്സാം രാവിലെയാണ് തുടങ്ങുന്നത് എന്ന കാര്യം ഓർക്കുക. +1കാർ മാത്രമല്ല, +2കാരും ഉണ്ട് കൂടെ. +2കാർക്കും രാവിലെ തന്നെയാണ് തുടങ്ങുന്നത്. 17-ാം തീയതി തന്നെയാണ് തുടങ്ങുന്നത്. 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജിയാണ് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് മിക്കവാറും കുട്ടികൾക്ക് ഒരു എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ 18-ാം തീയതി രാവിലെ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത, ശാസ്ത്ര, സൈക്കോളജി. ഉച്ചയ്ക്ക് എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റം. അപ്പോൾ അന്ന് ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ 2 എക്സാം വരാൻ സാധ്യതയുണ്ട്. കാരണം +2 ഹ്യൂമാനിറ്റീസ്, ഹ്യൂമാനിറ്റീസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സൈക്കോളജി കോമ്പിനേഷൻ ഉള്ളവരാണെങ്കിൽ രാവിലെ സൈക്കോളജി ഉണ്ട്, ഉച്ചയ്ക്ക് എക്കണോമിക്സും വരുന്നുണ്ട്. പിന്നെ 19-ാം തീയതി ജിയോഗ്രാഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. ഉച്ചയ്ക്ക് ശേഷം ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത, സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുപോലെ 20-ാം തീയതി രാവിലെ ഇംഗ്ലീഷാണ്. ഉച്ചയ്ക്ക് ശേഷം പാർട്ട് 2 ലാംഗ്വേജ്. അതായത് അന്നും എല്ലാവർക്കും 2 എക്സാം വരാൻ സാധ്യതയുണ്ട്. 20-ാം തീയതി തേഴ്സ്ഡേ, വ്യാഴാഴ്ച +2 വിദ്യാർത്ഥികൾക്ക് രാവിലെ ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ലാംഗ്വേജുമാണ്. 21-ാം തീയതി കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി ഇതൊക്കെയാണ് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ രാവിലെ കെമിസ്ട്രി വരുന്നുണ്ട് സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 5 ദിവസം കൊണ്ടാണ് നമ്മുടെ 6 പേപ്പർ തീരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം. മോഡൽ എക്സാം റിയൽ മോഡലാണ്. ടൈം എഴുതുന്നത് എല്ലാ സ്കൂളിലും മോഡൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്ത് തരൂല്ല എന്ന് ആരും സംശയിക്കേണ്ട. അതും കൂടി നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ ഫൈനൽ എക്സാമിലേക്ക് കയറ്റി വിടുള്ളൂ. നിങ്ങൾക്ക് അവിടെ ഒരുപാട് മിസ്റ്റേക്കുകളൊന്നും പറ്റാതെ, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. മോഡൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് നമുക്ക് കിട്ടും. മാത്രമല്ല മോഡൽ എക്സാമിന് വന്ന
പല ക്വസ്റ്റ്യൻസും അതേ മാതൃകയുള്ള പല ക്വസ്റ്റ്യൻസും ഫൈനൽ എക്സാമിന് ആവർത്തിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായി മോഡൽ എക്സാം എഴുതിയിരിക്കണം. അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എഴുതുക. അത് ഫൈനൽ എക്സാമിന് പല വിധത്തിൽ യൂസ്ഫുൾ ആയിരിക്കും. അത് പിന്നീട് എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആണ് എന്നത് പിന്നീട് ഞാൻ ഷെയർ ചെയ്യാം.